ഹലോ, ഇത് രാവിലെ വട്ടയില വെച്ചാൽ വന്നത്. ഇവിടെ ഉണ്ട് ഈ 3 സെൻറ്റ് വീട് കേട്ടോ. ആൾക്കാർ ഉപയോഗിക്കാതെ കാട് കയറി കിടക്കുന്ന വീടുകളാണ് ഇതൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ച് താഴോട്ട് മാറിയാണിത്. അവിടെ വന്ന് ഞാൻ ഒരു കുഴിയിലോട്ട് വീഴാതെ എന്തെങ്കിലും എലിയിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ട് നിന്ന് തേങ്ങയും തിരുമ്പി വെച്ചപ്പോഴത്തേനുണ്ട് ശർക്കര പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേനും താഴത്തെ വീട്ടിൽ കൊച്ചു കരയുന്നു. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോഴുണ്ട് ഫോണും കൊണ്ട് വന്നതുകൊണ്ട് ഒരു ചെടി നിറയെ ഇങ്ങനെ പൂത്തിരിക്കുന്നു. അത് കണ്ട് അവ ഇറങ്ങി വന്നില്ല, കഥ അടച്ചേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് കയറി വന്ന് കൊച്ചു കരച്ചിൽ നിർത്തി. അങ്ങനെ മാവൊക്കെ കുഴച്ചെടുക്കുകയാണ്. ഇലയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇക്ക എപ്പോഴും പറയും ഞാൻ എന്തെങ്കിലും ഒരു കാപ്പി ഉണ്ടാക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ഉണ്ടാക്കുമെന്ന് പറയും. അങ്ങനെ ശർക്കരയും തേങ്ങയും കൂടെ കുഴച്ച് വെച്ച്. എല്ലാവരും പറയും വാട്ടേ ഇട്ട ഡേ ഒക്കെ ഇടുന്നു. പക്ഷേ ഷുഗറൊക്കെ പിടിച്ച് ചാവാൻ കിടക്കുന്ന ഞാനെങ്ങനെ വാട്ടേ ഇട്ട ഡേ ഇടുന്നത്? എന്തൊരു വാരി തിന്നും, അങ്ങനെ തിന്നാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇനി കൺട്രോളിലുള്ള ജീവിതം ജീവിച്ചേ പറ്റും. അങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് പരത്തി പറക്കി സാധാ അടുപ്പിലോട്ടാണ് ഞാൻ വെച്ചത്. എനിക്കതാണ് ഇഷ്ടം. ഗ്യാസ് നമുക്ക് പിന്നെ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ ഗ്യാസാണ് നല്ലത്. അതിനേക്കാളും ഇഷ്ടം സാധാ അടുപ്പിൽ വേവിക്കാനാണ്. എല്ലാം പറക്കി വെച്ച് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എന്നാലും ഇലയപ്പം ഇങ്ങനെ വൈകിട്ടൊക്കെ 4 മണിക്കൊക്കെ എടുക്കും. പക്ഷേ അതിന് ഞങ്ങൾ വീട്ടിലില്ല, ഞങ്ങൾ കടയിൽ പോകുന്നത് കൊണ്ട് ഒന്നും പ്രയോജനമില്ല. അങ്ങനെ ഇലയപ്പമൊക്കെ റെഡിയായി. ഇക്ക കഴിച്ചുകൊണ്ട് ഇളക്കി എടുക്കുന്നു. കഴിച്ചിട്ട് ഇക്ക കടയിലോട്ട് പോയി. ഞാനെപ്പോഴും നോക്കിയപ്പോണ്ട് എല്ലാം കൊതിക്കിട്ടാണ്ട് രാജാവിൻ്റെ ഷൂ കിടക്കുന്നുണ്ട്. ഇക്കടെ ചെരുപ്പ് കണ്ടോ? ഇത് ഞാൻ ഒരു കവറിലിട്ട് കടയിൽ കൊണ്ട്, കടയിലാണ് എൻ്റെ ഒട്ടിക്കാൻ ഗ്ലൂ, സൂപ്പർ ഗ്ലൂ അതും ഇതുമൊക്കെ ഉള്ളത്. ചിലപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പം എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് തന്നാലോ, സന്തോഷം കൊണ്ടേ. ചിലപ്പോൾ ഒരു സ്വർണ്ണ മോതിരം മേടിച്ച് തരുമായിരിക്കും അല്ലേ? തരും.